യുവമോർച്ച പ്രാദേശിക നേതാവിനെ ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി വെട്ടിപ്പരുക്കേൽപ്പിച്ചു. യുവമോർച്ച നേതാവ് അക്ഷയെയാണ് ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ടി.സി. സിദ്ധൻ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അക്ഷയ്ക്ക് വെട്ടേറ്റത്. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ കൂടി ചേരുന്നുണ്ട്. ശരത്ത്, ഈ വെട്ടിപ്പരുക്കേൽപ്പിക്കാൻ മാത്രമുള്ള തർക്കം എന്താണ് ഉണ്ടായത്? വർഷ ബുധനാഴ്ച രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് ഒരു പ്രവർത്തകനെ, ഒരു യുവമോർച്ച പ്രവർത്തകനെ ബി.ജെ.പിയുടെ മണ്ഡലം സെക്രട്ടറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നൽകിയ പരാതി എന്ന് പറയുന്നത് ഈ ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറിയുടെ ഭാര്യയുടെ ബന്ധുവിൻ്റെ ക്രഷർ യൂണിറ്റിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് ബി.ജെ.പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ യൂണിറ്റ് പ്രസിഡന്റായ അക്ഷയിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ടി.സി. സിദ്ധനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ടി.സി. സിദ്ധം ഈ പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം ബി.ജെ.പിയുടെ ചാലക്കുടി മണ്ഡലം സെക്രട്ടറിയായ വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നടന്നു വരികയായിരുന്നു, സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു അക്ഷയെ പുറകിൽ നിന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആദ്യം മുതുകിലാണ് വെട്ടിയത്. അതിനുശേഷം കഴുത്തിലേക്ക് വെട്ടാൻ ശ്രമിച്ചപ്പോൾ അക്ഷയ് തടുക്കാൻ ശ്രമിച്ചു കൈകൊണ്ട്. അതുകൊണ്ട് അക്ഷയുടെ കൈക്കും മുട്ടിനും വീണ്ടും പരിക്കേറ്റു. ഇതിനുശേഷം ഈ സിദ്ധൻ്റെ സുഹൃത്തായ ബി.ജെ.പി. പഞ്ചായത്ത് അംഗവും മറ്റു ചിലരും ചേർന്നുകൊണ്ട് അക്ഷയെ കൊടകരയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് വാഹനം ഇടിച്ചുണ്ടായ ഒരു ആക്സിഡന്റ് എന്നായിരുന്നു പറഞ്ഞുണ്ടായിരുന്നത്. എന്നാൽ അക്ഷയുടെ പിതാവ് വന്നതിന് ശേഷം അക്ഷയ് കാര്യങ്ങൾ തുറന്നു പറയുകയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. സംഭവത്തിൽ അക്ഷയ് തന്നെ പരാതിയുമായിട്ട് കൊടകര പോലീസിലെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഈ സിദ്ധനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്ത് ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കിയേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വർഷ, ഒപ്പം ഈ വെട്ടേറ്റ വ്യക്തിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് ശരത്ത്? അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണോ? വെട്ടേറ്റ വ്യക്തിയുടെ ആരോഗ്യനില നിലവിൽ ഗുരുതരമല്ല. കാരണം മുതുകത്താണ് ആദ്യത്തെ വെട്ടുകൊണ്ടത്. അതിനുശേഷം കഴുത്തിലേക്ക് വെട്ടുന്ന സമയത്ത് കൈകൊണ്ട് തടുത്തതുകൊണ്ട് വിരലുകൾക്കും മുട്ടിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. നിലവിൽ ആശുപത്രിയിലല്ല അദ്ദേഹം ഈ പരിക്ക് ഡോക്ടറെ കാണിച്ചതിന് ശേഷം ആശുപത്രിയിൽ നിന്നും വിടുതൽ വാങ്ങിയിട്ടുണ്ട്. വർഷ, അതുപോലെ തന്നെയാണ് ശരത്ത്, ഈ ക്രഷർ യൂണിറ്റിനെതിരെ നിലപാടെടുത്തതിനാണല്ലോ ഇത്തരത്തിൽ തർക്കമുണ്ടായത്. ഈ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട തർക്കം എങ്ങനെയാണ് എത്തിയത്? ഇതിനകത്ത് പോലീസ് പറയുന്നത് അക്ഷയ് യുവമോർച്ചയുടെ അവിടുത്തെ പ്രാദേശിക നേതാവാണ്. സ്വാഭാവികമായിട്ടും ക്രഷർ യൂണിറ്റിനെതിരെ ഉണ്ടാകുന്ന പ്രാദേശികമായിട്ടുള്ള ഈ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ആ തർക്കത്തിൽ അല്ലെങ്കിൽ എതിർപ്പിൽ അക്ഷയാണ് മുൻപിൽ നിന്നിരുന്നത്. ഇത്തരത്തിൽ വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അതിൽ വൈരാഗ്യം കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ടി.സി. സിദ്ധൻ ഇത്തരത്തിൽ രാത്രി ഒറ്റയ്ക്ക് അക്ഷയ് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിക്ക് ആക്രമിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ടി.സി. സിദ്ധൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടകര ഡിവിഷനിലേക്ക് മത്സരിച്ച ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളെല്ലാം തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. കഴിഞ്ഞ ബി.ജെ.പി. പുനഃസംഘടനയാണ് അദ്ദേഹത്തിനെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അതായത് ബി.ജെ.പിക്കാർ തന്നെ പരസ്പരം വെട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷ, ശരി ശരത്ത്, യുവമോർച്ച പ്രാദേശിക നേതാവിനെയാണ് ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി വെട്ടിപ്പരുക്കേൽപ്പിച്ചിരിക്കുന്നത്. യുവമോർച്ച നേതാവ് അക്ഷയെയാണ് ചാലക്കുടി മണ്ഡലം സെക്രട്ടറി ടി.സി. സിദ്ധൻ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.